ദുഃഖം തുറമുഖത്തെ ആക്രമണം ഒമാനും സൗഹൃദ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. അറബ് സൗഹൃദ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ ഒമാൻ സുൽത്താൻ ഈജിപ്ത് പ്രസിഡന്റുമായും ജോർദാൻ രാജാവുമായും സംഭാഷണം നടത്തി. ഒമാനിലെ സാമൂഹിക മാധ്യമങ്ങൾക്കും കർശന നിർദ്ദേശവുമായി മന്ത്രാലയം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മേഖലയിൽ തുടരുന്ന സംഘർഷത്തിനിടെ ഒമാൻ ലക്ഷ്യമാക്കി നടന്ന ആക്രമണത്തെ ഒമാൻ സുൽത്താനേറ്റും അറബ് സൗഹൃദ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ഒമാൻ പ്രതികരിച്ചു. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കി. എന്നാൽ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണെന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച രാവിലെ ഒമാന്റെ തെക്കൻ തീരത്തുള്ള ദുഃഖം തുറമുഖത്തായിരുന്നു ആദ്യ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത്. പിന്നീട് വടക്കൻ ഭാഗത്ത് ഹോർമൂസ് കടലിടുക്കിന് സമീപത്തുള്ള ഗസബിൽ ഒരു എണ്ണക്കപ്പലിനെതിരെയും ആക്രമണം നടന്നു. ആക്രമണത്തിനിരയായ പലാവുവിന്റെ സ്കലൈറ്റ് എന്ന എണ്ണക്കപ്പലിൽ 15 ഇന്ത്യക്കാരും 5 ഇറാനികളും ഉണ്ടായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രദേശത്ത് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാനിനെതിരായ ആക്രമണത്തെ ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. സംഘർഷങ്ങൾ തടയാൻ ഒമാൻ നിർവഹിച്ചു വരുന്ന സജീവ മധ്യസ്ഥ പങ്കിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഖത്തർ പ്രതികരിച്ചത്. പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി നയതന്ത്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കി. സൗദി അറേബ്യ ഒമാനോട് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒമാൻ സ്വീകരിക്കുന്ന എല്ലാ സുരക്ഷാ നടപടികൾക്കും പിന്തുണയുണ്ടാകുമെന്നും സൗദി അറിയിച്ചു. UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണിതെന്ന് കുവൈത്ത് വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ സുൽത്താൻ ഹൈദ് ബിൻ താരിഖും ഒമാൻ വിദേശകാര്യ മന്ത്രിയും വിവിധ ലോക രാജ്യങ്ങളുമായി അടിയന്തര ചർച്ചകൾ നടത്തി. പ്രാദേശിക സാഹചര്യങ്ങളിലെ ഗൗരവമായ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി വിവിധ അറബ് സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ബ്രിട്ടൻ, നോർവേ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയുമായും മന്ത്രി ബുസൈദി പ്രത്യേകം സംഭാഷണം നടത്തി. മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ സാഹചര്യം ചർച്ച ചെയ്ത കക്ഷികൾ സംഘർഷം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കൈമാറി. അതേസമയം ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഈജിപ്ത് പ്രസിഡന്റുമായും ജോർദാൻ രാജാവുമായും ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തി. ഇസ്രായേലും US-ഉം ഇറാനു നേരെ നടത്തിയ ആക്രമണങ്ങൾക്കു ശേഷം മേഖലയിൽ ഉടലെടുത്ത സൈനിക സംഘർഷാവസ്ഥയും അതിന്റെ പ്രാദേശിക ആഗോള സുരക്ഷാ പ്രത്യാഘാതങ്ങളും സംഭാഷണത്തിൽ ചർച്ചയായി. ആക്രമണങ്ങൾ ഇരുപക്ഷവും ഉടൻ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലേക്ക് തിരികെ വരണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ നിലവിലെ പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് വാർത്താ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കും കർശന നിർദ്ദേശങ്ങളുമായി വാർത്താ വിതരണ മന്ത്രാലയം. റിപ്പോർട്ടിങ്ങിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. വാർത്തകളും വിവരങ്ങളും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ വ്യാജ വാർത്തകളോ യാതൊരു കാരണവശാലും പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൈനിക കേന്ദ്രങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടുള്ളതല്ല. വാർത്തകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതോ പൊതുജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതോ ആയ രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ നൽകരുത്. കൃത്യതയുള്ളതും ശാന്തവുമായ റിപ്പോർട്ടിംഗ് രീതി പിന്തുടരുക. എല്ലാവരും ദേശീയ ഉത്തരവാദിത്വം പാലിക്കണമെന്നും സുരക്ഷയും പൊതുശാന്തിയും ഉറപ്പാക്കുന്നതിനായി ജാഗ്രത പുലർത്തണമെന്നും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ പ്രാദേശിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസന്തം ഗവർണറേറ്റിലെ എല്ലാ സ്കൂളുകളും ഈ ആഴ്ച അവസാനം വരെ ഓൺലൈൻ ക്ലാസുകളായി പ്രവർത്തിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ക്രമീകരണം. സാഹചര്യങ്ങൾ തുടർച്ചയായി വിലയിരുത്തുകയും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.